കരണ്ടോ നോക്കിയാ അന്റെ പറയാ സ്വിച്ചിട്ട് അറിയില്ലടോ കറണ്ട് ഉണ്ടോ അല്ലേ എന്നുള്ളത്. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടോന്ന് അറിയാവുന്ന. ഇവിടെ ഉണ്ടോന്ന് ഞാൻ ചെക്ക് ചെയ്തോളാം, ഈ സർക്കാരിയൊക്കെ നോക്ക്. അല്ല ഇപ്പൊ രക്ഷപ്പെട്ടു. നാട്ടിൽ നിന്ന് നിന്റെ അളിയൻ വിളിച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആയില്ല. എന്താ പറഞ്ഞത്? നിന്നോട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാശും കൂടി നിന്റെ കയ്യിൽ നിന്ന് പോരട്ടാന്നാവും. പിന്നെ ബായ്, പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. അടുത്ത മാസം മുതൽ എനിക്ക് കുറച്ച് ശമ്പളം കൂട്ടിത്തരണം. എന്നാ നീ ഒരു കാര്യം ചെയ്യേ, കളിയായിട്ട് ഇവിടെ ഇരുന്നോ. നീ എടുക്കണ പണി ഞാൻ എടുക്കാന്ന്. എന്നിട്ട് ഞാൻ നിനക്ക് തരുന്ന ശമ്പളം എനിക്ക് തന്നാ മതി. എങ്ങനെയാണ് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോണതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിന്റെ ഇടയിലാണോ അവന്റെ ഒരു ശമ്പള വർധന? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഇക്ക എന്തെങ്കിലും ആയോ? നീ പിന്നെയും വന്ന, ഞാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇവിടെ വന്ന് ആയോ എന്ന് ചോദിച്ചോണ്ട് കാര്യമില്ല. ഇവിടുത്തെ തൊഴിൽ മന്ത്രി ഞാനല്ല. ഇവിടെ വന്ന് ചോദിക്കണ മാതിരി ആ കാണുന്ന വലിയ വലിയ ഷോപ്പുകളിലും ഓഫീസുകളിലും പോയി ചോദിച്ചു നോക്ക്, ആരെങ്കിലും എന്തെങ്കിലും പണി തരുമെന്ന്. ഒരു മിനിറ്റ് നിൽക്ക്, ചിലപ്പോ നിനക്ക് ഇവിടെ തന്നെ ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല വാപ്പുട്ടിയെ, നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എനിക്ക് തീരുമാനം എടുക്കണമെന്ന്? എന്താണ് ആ തീരുമാനം? അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ തുടരേണ്ടി വരും എന്ന് പറഞ്ഞതാ. അപ്പ കുട്ടിയെ, ആ ചാൻസും പോയി. താൻ ബേജാറാവണ്ടോ. ഗൾഫിൽ എത്തിപ്പെട്ട സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും ആവാതിരിക്കൂല. ബാപ്പുട്ടി, നീ ആ ബംഗാളിനെ കണ്ടുപഠിക്ക്. 1 മിനിറ്റ് വിശ്രമമില്ലാതെയാണ് അവൻ പണിയെടുക്കുന്നത്. നിന്റെ പകുതി ശമ്പളല്ലേ അവനുള്ളത്, എന്നിട്ട് എന്തെങ്കിലും അവൻ പറയണുണ്ടോ? അവൻ ബംഗാളിയില് നിങ്ങളെ പറയണ ചീത്തക്ക് വല്ല കണക്കുണ്ടോ? എന്നെ ചീത്ത പറയേ? അതിന് നിനക്ക് ബംഗാളി അറിയോ? ബംഗാളി നിങ്ങൾക്കറിയോ? നിങ്ങളെ സ്വഭാവം വെച്ച് നോക്കിയാൽ ആരും ചീത്ത പറയും. അതിന് പ്രത്യേക ഭാഷന്റെ ആവശ്യമൊന്നുമില്ല. ഏത് ഭാഷ പറഞ്ഞാലും നിങ്ങൾക്ക് ഫിറ്റാവും. ഹലോ, വാലേക്കും അസ്സലാം. ആരാ? മാഫ് കരോ, ആളെത്തിയിട്ടുണ്ട്, ഞാൻ കൊടുക്കാം. ബാപ്പുട്ടിയെ, നിനക്കാ ഫോൺ. നേരത്തെ വിളിച്ചിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. ഹലോ, വലൈക്കും സലാം. ജമാലാടാ കുതിരെ, നിന്നെയൊക്കെ തൊലിക്കട്ടി ഞാൻ സമ്മതിച്ചു. എടാ, നാട്ടിൽ നിന്ന് ഇന്നലെ രാവിലെ തീണ്ടിയാണ്. 2 പ്രാവശ്യം നിന്റെ ആ ഗുദാമിലേക്ക് ഞാൻ വിളിക്കുന്നു. നാട്ടിൽ നിന്ന് എനിക്ക് 2-3 കത്തുണ്ട്. പിന്നെ നിന്റെ കെട്ടിയോളുടെ വക 2 കിലോയുടെ പൊതിയുണ്ട്, വേണമെങ്കിൽ ഒന്ന് എടുത്തോണ്ട് പോയിക്കോ. ചൂടാവല്ലച്ചാ, നീ വന്ന വിവരം ഞാനിപ്പോഴാ അറിയണത്. ഈ നരകത്തുനിന്നൊന്ന് പുറത്തു ചാടാനുള്ള പാട് എനക്കറിയൂലേ? എടാ, നീ വരികയാണെങ്കിൽ പോവാ, കുറെ കാര്യങ്ങൾ സംസാരിക്കാണ്ട്. നാളെ എനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്യണം. പിന്നെ തമ്മിൽ കാണണമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയാവും. നിനക്കറിയാലോ എന്റെ ജോലിയുടെ അവസ്ഥ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈകുന്നേരം ബീച്ചിലെ നമ്മളെ സ്ഥിരം കേന്ദ്രത്തിൽ വെച്ച് കാണാം. കത്തും പൊതിയൊക്കെ നീ വരുന്ന വഴി റൂമിൽ കൊടുത്ത് ഏൽപ്പിച്ചാൽ മതി. അങ്ങനെ ചെയ്യാം. ഓക്കെ ബായ്. നിനക്ക് കുറച്ച് നേരത്തെ പോണം. എന്തൊരു വിനയം. പിന്നെ നീ നേരത്തെ പറഞ്ഞ നരകത്തിന് പുറത്ത് പോണം തോന്നുമ്പോ ഒന്ന് പറഞ്ഞാ മതി. പാസ്പോർട്ട് ഇവിടെ തന്നെ ഉണ്ട്. പാസ്പോർട്ട് എടുത്ത് കാണിച്ച്. നിന്റെ വാപ്പ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചതാ അളിയന്റെ വിസയുടെ കാര്യം. എന്റെ അവസ്ഥ മുഴുവൻ ബാപ്പാക്കറിയാം. എന്നിട്ടും ഇങ്ങനെ ഒരു ഭാരം എന്റെ തലയിലേക്ക് വലിച്ചിടുമ്പോഴാ സങ്കടം. ബാപ്പാക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ലടാ, അളിയനും വീട്ടുകാരും പെങ്ങളും നിരന്തരം ശല്യം ചെയ്തിട്ടാ. അതെന്തിനാ അവര് ശല്യപ്പെടുത്തുന്നത്? 45 പവന്റെ ഫണ്ടും 75,000 ഉറുപ്പിയും ഞാൻ ചോര നീരാക്കി ഇവിടുന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെന്തിനാ അവര് പെങ്ങളെ ശല്യപ്പെടുത്തുന്നത്? ആ കഥയില് കുറച്ചുകൂടി ബാക്കിയുണ്ട്. നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നീ പറഞ്ഞ പണ്ടത്തിന്റെയും പണത്തിന്റെയും പുറമെ വിസയും കൂടി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാ
അളിയന്റെ വീട്ടുകാർ പറയണത്. വിസ കൊടുക്കുന്നോ? ഞാനോ? നിക്ക് പറയട്ടെ. നിന്റെ വാപ്പയോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാ ബ്രോക്കർ പറ്റിച്ച കഥ അറിയുന്നത്. നിന്നോട് വിസ വാങ്ങിക്കൊടുക്കാന്ന് ബ്രോക്കർ പറഞ്ഞിട്ടത്രേ. അതുകൊണ്ടാ കല്യാണം കഴിഞ്ഞ ഉടനെ അവര് വിസ വിസ എന്നും പറഞ്ഞ് നിന്റെ വീട്ടുകാരെ ശല്യപ്പെടുത്താൻ തുടങ്ങിയത്. അപ്പൊ പിന്നെ നിന്റെ വാപ്പാക്ക് നിന്നോടല്ലാതെ പറയാൻ മറ്റാരെങ്കിലും ഉണ്ടോ? ഇതിനിടയ്ക്ക് 2 പ്രാവശ്യം നിന്റെ പെങ്ങളെ അവര് വീട്ടിൽ കൊണ്ടാക്കിയത്രേ. അത് പിന്നെ മധ്യസ്ഥന്മാരോട് തൽക്കാലം ഒതുക്കി. പക്ഷേ വിസ കിട്ടാതെ പൂർണ്ണമായും ഒതുങ്ങും തോന്നുന്നില്ല. അളിയന്റെ വിചാരം എനിക്ക് ഇവിടെ ആനമുട്ടക്ക് സ്വർണ്ണ പൂശുന്ന പണിയാണ് എന്നാ. വേണ്ടിയിരുന്നില്ല ഈ ബന്ധം. ഇനി എങ്ങനെയെങ്കിലും കെട്ടിപ്പോയിഞ്ഞിട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ തന്നെ ഞാൻ തൊലക്കമ്മല പണി അളിയനെ അറിയാം. പണിക്ക് പോകാൻ ഇത്രക്ക് മടിയാൻ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നേരെ ചൊവ്വ എഴുതാനും വായിക്കാനും അറിയില്ല. എന്നാലും തൊക്കല് ഉമർ ഖയ്യാമിന്റെ കവിത വെച്ചിട്ടേ മൂപ്പര നടക്കുള്ളൂ. പിന്നെന്താ, തുണിയും കുപ്പായം ഇത്തിരി ഇട്ട് ഡീസന്റ് ആയിട്ട് നടക്കും. അതുകൊണ്ട് കെട്ടിച്ചു പോയതാ എന്റെ പെങ്ങളെ. ഏതായാലും അളിയന്റെ ഒരു ജ്യേഷ്ഠൻ ഗൾഫിലുണ്ടായതുകൊണ്ട് തരക്കേടില്ല. പെങ്ങള് പട്ടിണി നടക്കൂല. പക്ഷേ ജ്യേഷ്ഠന്റെ സഹായം എത്ര കാലം ഉണ്ടാവും? ആ അതൊക്കെ പോട്ടെ, നിന്റെ വിശേഷങ്ങൾ ചോദിക്കാൻ വിട്ടു. എനിക്കൊരു വിശേഷവും പറയാനില്ല. കുട്ടിയാലക്കന്റെ മോൻ സുബൈറില്ലേ, ഗൾഫിൽ മരിച്ച, അവന്റെ അതേ അവസ്ഥ തന്നെ വീട്ടിലെനിക്ക് 2 മാസം മുഴുവൻ. പക്ഷേ അവനെ സ്നേഹിക്കാൻ ഭാര്യയെങ്കിലും ഉണ്ടായിരുന്നു. എനിക്ക് അതും ഇല്ലാതായിപ്പോയി. ഇപ്രാവശ്യം ചെന്നിട്ടും ഭാര്യക്ക് മാറ്റമൊന്നുമില്ലേ? എന്തു മാറ്റം? നിനക്കറിയോ, ഇപ്രാവശ്യത്തെ ലീവിന് ഞാൻ വീട്ടിലെത്തിയിട്ട് ഒരു ദിവസം പോലും ഭാര്യയെ സമീപിക്കാൻ സാധിക്കാതെ തിരിച്ചു പോന്നവനാ ഞാൻ എന്തിനാണ് 2 വർഷം കഴിയുമ്പോ വലിയ പെട്ടിയും താങ്ങിപ്പിടിച്ച് വളരെ പ്രതീക്ഷയോടെ നാട്ടിലേക്ക് പോകുന്നത്? എന്റെ ഉമ്മയും പെങ്ങന്മാരും ഭാര്യയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനോ? എന്നിട്ട് 2 മാസം രാവും പകലും പരിഹാരം നിർദ്ദേശിച്ചിട്ടും ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ തോറ്റു തൊപ്പിയിട്ട് തിരിച്ചു വരാനോ? പറ, എന്തിനാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്? ഉമ്മയും പെങ്ങന്മാരും ചില അധികാരത്തിന്റെയും അവകാശത്തിന്റെയും പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. പക്ഷെ അതൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത് ഭർത്താവിന് ശക്തി നൽകേണ്ടവളല്ലേ ഭാര്യ. 2 വർഷത്തിനിടയ്ക്ക് വീണിട്ടുന്ന 2 മാസത്തെ ഇടവേളയിൽ സ്നേഹവും സന്തോഷവും നൽകി ഭർത്താവിനെ തിരിച്ചയക്കേണ്ടവളല്ലേ ഭാര്യ. അല്ലാതെ മുഖം വീർപ്പിച്ചും പിണങ്ങിയും കരഞ്ഞും കുറ്റപ്പെടുത്തിയും നേടിയെടുക്കുന്നതാണോ ഭർത്താവിന്റെ സ്നേഹം? നിർത്ത്, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ശരിയാണ്, നിനക്കൊന്നും സഹിക്കൂല. ഉമ്മാന്റെയും ബാപ്പാന്റെയും പെങ്ങന്മാരുടെയും ഭാര്യയുടെ ഒക്കെ സ്നേഹം മാത്രം കിട്ടി ശീലിച്ചവനാണല്ലോ നീ. നിന്റെ ഭാര്യയുടെ പകുതി സൽഗുണങ്ങളെങ്കിലും എന്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നില്ലെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. നീ ഇനി ഒന്നും പറയണ്ട, നമുക്ക് പോകാം. പറന്നകന്ന പ്രവാസികൾ വിധിയുടെ വഴി മറുകര തേടി നടന്നകന്ന പ്രവാസികൾ പിറന്ന നാടിനും വിടമൊഴി ചാത്തി പറന്നകന്ന പ്രവാസികൾ വിധിയുടെ വഴി മറുകര തേടി നടന്നകന്ന പ്രവാസികൾ. ചുടുമണൽ കാട്ടിൽ ചുടുനിണം കൊണ്ടൊരു ചരിതമെഴുതും പതികന്മാർ ചുമലിലെ ചുമടാൽ ചുടുനീർ കൊണ്ടൊരു ദുരിതമെഴുതിരന്മാർ ചുടുമണൽ കാട്ടിൽ ചുടുനിണം കൊണ്ടൊരു ചരിതമെഴുതും പതികന്മാർ